ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ അത് പറയണമെന്ന് വെച്ചോണ്ട്, അല്ലെങ്കിൽ പാട്ടുപാടുകയോ കവിത പറയുകയോ ഒക്കെ ചെയ്യാൻ കഴിയും. അതിനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോ നമുക്ക് ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് സംസാരിക്കാം. പ്രാചീന കവിത്രയങ്ങൾ ഉണ്ടായി, കേട്ടിട്ടുണ്ടോ? എഴുത്തച്ഛനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? ധർമ്മരാമായണം എഴുതിയിട്ടുള്ള എഴുത്തച്ഛനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്പ്യാരെ കുറിച്ചിട്ടും കേട്ടു, കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചിട്ടും കേട്ടു. ഓർക്കടാ നമ്മുടെ മാർഗെ കിടക്കുന്ന മാർക്കടാ നീയൊന്നു മാറിക്കടാ ഷടാ എന്ന് കേട്ടിട്ടുണ്ടോ? നോക്കടാ നമ്മുടെ മാർഗെ കിടക്കുന്ന മർക്കടാ നീയൊന്നു മാറിക്കിടാ ഷടാ എന്ന് നമ്പ്യാര് പാടുന്നത് കേട്ടിട്ടുണ്ടോ? ചെറുശ്ശേരി ആണെങ്കിലും ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൂടെ ഇരിക്കുന്നവരൊക്കെ കേട്ടിട്ടുണ്ടാവും. ചെറുശ്ശേരി എന്ന് ചെറുശ്ശേരിയുടെ ഒരു താളവും കേട്ടിട്ടുണ്ടോ? ഈ മൂന്ന് പേരെയാണ് സാഹിത്യത്തില് പ്രാചീന കവിത്രയങ്ങൾ എന്ന് പറയാം. പ്രാചീനന്മാരായിട്ടുള്ള മൂന്ന് കവികൾ. അത് ഒരു ഘട്ടം. രണ്ടാം ഘട്ടം ആശാൻ. അഴകോട നഗരത്തിൽ തെക്കുകിഴക്കതുവഴി ഒഴുകും യമുന തന്റെ പുളിനം കാണൂ എന്ന്, അല്ലെങ്കിൽ ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകും ഇതാ പറന്നമ്മേ എന്ന് പാടിയിട്ടുള്ള ആശാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. അല്ലയോ ജന്മിയായ കർഷക, ഞാനും നിങ്ങളെപ്പോലൊരു കൊച്ചു കർഷകനാണ് എന്ന് പറയുന്നു. ശാന്തജീവിതം വിതച്ചിടുവാൻ ശ്രമിക്കയാം ഞാൻ തനിച്ചതിൽ നിന്ന് രോമാഞ്ചം കൊയ്യും ലോകം. ഞാൻ തനിച്ചതിൽ നിന്ന് രോമാഞ്ചം കൊയ്യും ലോകം. അതിൽ നിന്ന് വിളവെടുക്കുമ്പോൾ ഞാൻ അതിയായി സന്തോഷിക്കും, രോമാഞ്ചം കൊള്ളും. ഭാവിയിൽ അതിൻ ബീജം അന്തരീക്ഷത്തിൽ കൂടി ഭൂവിലൊക്കെയും എത്തും, മുളയ്ക്കും, കതിരിടും. ഞാൻ വിതച്ച വിത്തുകൾ ഈ ലോകത്ത് മുഴുവൻ വ്യാപിക്കും. സ്നേഹത്തിന്റെ, അഹിംസയുടെ, പരസ്പര പ്രേമത്തിന്റെ, മനുഷ്യജീവി സ്നേഹത്തിന്റെ, നന്മയുടെ ഞാൻ വിതച്ച വിത്തുകൾ ഈ ലോകത്തെങ്ങും പരന്ന് 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 മുളച്ച് കതിരും കായുമാകും. ഭൂവിലൊക്കെയും എത്തും, മുളയ്ക്കും, കതിരിടും. എന്നുകക്കുവാൻ എന്നുകം ചുമക്കും, കൊയ്യുവാൻ കൊടുക്കും ഞാൻ ഒരു വെറും സാധു കർഷകൻ. വിളവെല്ലാം മാനവർക്കുമായി ഒപ്പം കൊയ്യുവാൻ കൊടുക്കും ഞാൻ. നിങ്ങളെ പോലെ ഒരു സാധു കർഷകനാണ്. വിളവെല്ലാം എല്ലാവർക്കുമായി കൊയ്യാൻ ഞാൻ കൊടുക്കും. എല്ലാവരും വിളവെടുക്കട്ടെ. ഞാൻ വിതച്ച വിത്തുകൾ കൊയ്തെടുക്കുന്ന മനുഷ്യരെല്ലാം നല്ല മനുഷ്യരുടെ സുന്ദര ലോകം സ്വപ്നം കാണാൻ വേണ്ടി ആണ് ഞാൻ വിളവിറക്കുന്നത്. എന്റെ പത്തായം നിറക്കാനോ എന്റെ ആഗ്രഹപൂർത്തീകരണത്തിന് മാത്രമല്ല എന്ന് ആ കർഷകൻ, എന്ന് വെച്ചാൽ ഗൗതമ ബുദ്ധന്റെ രൂപത്തിൽ വന്ന സന്യാസി ആ കർഷകനുണ്ട്. അല്ലയോ ജന്മിയായ കർഷക, ഞാനും നിങ്ങളെപ്പോലൊരു കൊച്ചു കർഷകനാണ് എന്ന് പറയുന്നു. ശാന്തജീവിതം വിതച്ചിടുവാൻ ശ്രമിക്കയാം ഞാൻ തനിച്ചതിൽ നിന്ന് രോമാഞ്ചം കൊയ്യും ലോകം. ഞാൻ തനിച്ചതിൽ നിന്ന് രോമാഞ്ചം കൊയ്യും ലോകം. അതിൽ നിന്ന് വിളവെടുക്കുമ്പോൾ ഞാൻ അതിയായി സന്തോഷിക്കും, രോമാഞ്ചം കൊള്ളും. ഭാവിയിൽ അതിൻ ബീജം അന്തരീക്ഷത്തിൽ കൂടി ഭൂവിലൊക്കെയും എത്തും, മുളയ്ക്കും, കതിരിടും. ഞാൻ വിതച്ച വിത്തുകൾ
ഈ ലോകത്ത് മുഴുവൻ വ്യാപിക്കും. സ്നേഹത്തിന്റെ, അഹിംസയുടെ, പരസ്പര പ്രേമത്തിന്റെ, മനുഷ്യജീവി സ്നേഹത്തിന്റെ, നന്മയുടെ ഞാൻ വിതച്ച വിത്തുകൾ ഈ ലോകത്തെങ്ങും പരന്ന് 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 മുളച്ച് കതിരും കായുമാകും. ഭൂവിലൊക്കെയും എത്തും മുളയ്ക്കും കതിരിടും എന്നുകക്കുവാൻ എന്നുകം ചുമക്കും. വരും തലമുറയെ കൊണ്ട് വിളവെടുപ്പിക്കുന്നത്. ഏതായാലും ഈ നല്ല ഒരു വൈകുന്നേരത്തില് ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് കുറച്ചു മാത്രമേ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുന്നുള്ളൂ. കുറെ അധികം സമയം പറയാനൊന്നും എനിക്കിപ്പോ പ്രയാസമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിടുകയാണ്. മറ്റൊരു ദിവസം വേറൊരാളെ കുറിച്ച് നിങ്ങളെ കേൾപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഞാൻ നിർത്തുന്നു.